നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ലാപ്പിൽ നിൽക്കുമ്പോൾ LDFO UDFO മുന്നിൽ. എം സ്വരാജോ ആര്യാടൻ ഷൗക്കത്തോ വിജയിക്കുക. പ്രചരണ രംഗത്ത് മറുപടികൾ പറഞ്ഞുമടുത്ത UDF നേതാക്കൾ ഇന്നും പ്രതിരോധത്തിൽ തന്നെയാണ്. ക്ഷേമ പെൻഷൻ പോലുള്ള ജീവിതാധാരങ്ങൾ കൈക്കൂലിയാണ് എന്ന് അപമാനിച്ച കോൺഗ്രസിൽ നിന്ന് ആരംഭിച്ച വിവാദങ്ങൾ, ക്യാപ്സ്യൂൾ ക്യാമ്പയിനുകൾ, അൻവറിന്റെ മുന്നിൽ വാതിലടച്ച ശേഷം അർദ്ധരാത്രിയിലെ ഒളിച്ചോട്ടം, പെൻഷൻ കൂട്ടിയത് ഉമ്മൻചാണ്ടിയാണെന്ന ക്യാപ്സ്യൂളുമായി രംഗത്ത് പിന്നീട് വന്നെങ്കിലും കൂട്ടി എന്ന് പറയുന്നതല്ലാതെ കൊടുത്തു എന്ന് പറയാനാകുന്നുണ്ടോ എന്ന ട്രോളുകൾ കണ്ട് പിൻവാങ്ങേണ്ടി വന്ന അവസ്ഥ. അൻവറിന് നേരെ വാതിലടച്ചു എന്ന് പറഞ്ഞിട്ട് അർദ്ധരാത്രി ഒളിച്ചുപോയി കാല് പിടിച്ചു. പിടിവീണപ്പോൾ പാർട്ടി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ നോക്കിപ്പെട്ടു. ജമാഅത്തെ ഇസ്ലാമിയുടെ പരസ്യ പിന്തുണ വിവാദമായപ്പോൾ അവർക്കിപ്പോൾ മതരാഷ്ട്രീയ നിലപാട് ഇല്ല എന്ന് പ്രതിപക്ഷ നേതാവ്. മുസ്ലിം ലീഗ് തള്ളിയപ്പോൾ ഉരുണ്ട് പെരണ്ട് വീണ്ടും കോൺഗ്രസ്. വഴിക്കടവിലെ അപകട മരണത്തിലും രാഷ്ട്രീയ കളിക്കിറങ്ങിയ ചാമക്കാലയും കൂട്ടരും വീണ്ടും UDFന് തലവേദന. ജനകീയ പ്രശ്നങ്ങൾ ചർച്ചയാക്കുന്നില്ല എന്ന് മാത്രമല്ല, രാഷ്ട്രീയമായി പ്രതിരോധത്തിലായി നിൽക്കുകയാണ് നിലമ്പൂരിൽ UDF. ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ കമ്മീഷന്റെ സ്ക്വാഡ് പരിശോധന നടത്തിയത് ഷോ ആക്കാൻ നോക്കി വൻ വിവാദത്തിൽ സ്വയം പെടുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. ഞങ്ങൾ വരട്ടെ, ഉദ്യോഗസ്ഥന് സർവീസിനുള്ള പാരിതോഷികം അന്ന് തരാം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് രാഹുൽ മാൻകൂട്ടത്തിൽ. നിലമ്പൂരിലെ ജനങ്ങളുടെ യഥാർത്ഥ വിഷയങ്ങൾ ആരാണ് അപ്പോൾ ചർച്ചയാക്കുന്നത്? സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്ന നാൾ മുതൽ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഷൗക്കത്തിനും കൂട്ടർക്കും ഒരിഞ്ചെങ്കിലും മുന്നോട്ട് പോകാൻ ആയോ? നിലമ്പൂർ ട്രെൻഡ് ഇപ്പോൾ എന്താണ്? തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി നോക്കിയ ഉദ്യോഗസ്ഥന് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സർവീസിനുള്ള പാരിതോഷികം നൽകുമെന്ന് പറയുന്ന പാലക്കാട് MLA ഭീഷണിപ്പെടുത്തുമ്പോൾ നിലമ്പൂരുകാർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നതിനുള്ള പാരിതോഷികം സ്വരാജ് നേടുമോ?